ഞാൻ വാഴ2ന്റെ റിവ്യൂ പറയാൻ വേണ്ടി വന്നതല്ല, ബട്ട് ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ആക്ച്വലി ഞാൻ ഇന്നലെ ഈ സിനിമ കണ്ടു. അതായത് സാധാരണ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫീലിംഗ് അങ്ങ് പോകും, പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അത്ര വലിയ ഇതൊന്നും ഉണ്ടാവില്ല. ബട്ട് ഈ സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞെങ്കിലും എനിക്ക് ആക്ച്വലി നാളെ വേണമെങ്കിൽ അതായത് പുതിയൊരു സിനിമ പോയി കാണുന്ന അതേ ഫീൽ എനിക്ക് സിനിമ കാണാൻ പറ്റും. സീരിയസ്ലി എനിക്ക് കാണണമെന്നുണ്ട്. അമ്മാതിരി പടം എന്തൊക്കെയോ ഉണ്ടാ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന എന്തൊക്കെയോ ഈ സിനിമയിലുണ്ട്. ഞാൻ സീരിയസ്ലി വാഴ 1 കണ്ടപ്പോൾ ആഷിറും ടീമും അതായത് കുറച്ച് ഓവറല്ലേ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. ഇവരൊരു പടത്തിൽ മൊത്തത്തിൽ വന്ന് എന്തൊക്കെ കാണിച്ചു കൊടുക്കണം, ഓവർ ആവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. ബട്ട് വാഴ2 ഒക്കെ കണ്ടപ്പോഴേക്കും ഒന്നും പറയാനില്ല. ആഷിർ ഖാൻ ടീം നിങ്ങൾ ചുമ്മാ വേറെ ലെവൽ. എന്താ പറയാ, നിങ്ങൾ വിഷയം എന്ന് വെച്ച വിഷയമാണ് അവിടെ. അമ്മാതിരി പടം, എൻ്റെ പൊന്നെ വിഷയം. ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിലില്ല ഇത്രയും നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള സിനിമ ഉണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിൽ തന്നെ ഇല്ല. അത്രയ്ക്ക് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ സിനിമ OTTക്ക് ഇറങ്ങുമ്പോൾ കാണാമെന്ന് ഒരിക്കലും വിചാരിച്ചിരിക്കരുത്. കാരണം അത്രയ്ക്ക് അടിപൊളി സിനിമ. തിയേറ്ററിൽ പോയി കണ്ടില്ലേ നിങ്ങൾക്ക് വല്ലാത്തൊരു മിസ്സിങ് തന്നെയായിരിക്കും. അതിനെക്കൊണ്ട് OTTക്ക് വരാൻ കാത്തിരിക്കേണ്ട, മസ്റ്റായും തിയേറ്ററിൽ പോയി കണ്ട സിനിമ തന്നെയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.